എപ്പിക് ടച്ച് അല്ലേ? ആ കിടിലൻ കോസ്റ്റ്യൂം. താങ്ക് യു. മീനുട്ടി, എനിക്കൊരു സംശയം. ദിയമോൾ ഇന്ന് ദയമോളാണോ? ദയമോളാണ് ഇന്ന്. എന്തോ തേടി പോവല്ലേ? എവിടെയാ? സ്വർഗത്തിലേക്കാണ്. തേടി വന്നവരെ വിളിക്കുകയാണല്ലേ? അപ്പൊ നമ്മള് സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ സ്വർഗം തേടി വന്നവര്. നോക്ക് കോസ്റ്റ്യൂം കൊള്ളാടാ, നല്ല കോസ്റ്റ്യൂം. നോക്കരുത് എങ്ങനെയാ ഇവിടെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാൻ ആലോചിക്കായിരുന്നു, അത് ഒറ്റ ഒരു ഗ്രീൻ കളറാണ്, പക്ഷെ അതിന്റെ ടെക്സ്ചറും അതിന്റെ ഒരു പാറ്റേൺ കൊണ്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം. ഒരു കോട്ട്, അതിന്റെ അടിയിൽ വേറെ. ദിയക്കുട്ടി വാങ്ങിയതാണ് ഇത്? അല്ല, ഇവിടുന്ന് തന്നെ. എന്തൊക്കെ വന്നാലും ക്യാൻവാസ് ഷൂ മാത്രമാവുള്ളൂ. അത് സിഗ്നേച്ചർ ആണ്. അത് ഏറ്റവും ഇഷ്ടം ഇതാണ്. രാത്രി ഇത് ഇട്ടുകൊണ്ടാണ് കിടക്കുന്നത്. അല്ല, കൂടുതൽ എല്ലാ ചെരുപ്പിലും ഇഷ്ടം ഷൂസ്. ഈ ഷൂസ് ആണോ ആ കോൺഫിഡൻസിന്റെ രഹസ്യം? അതല്ല, വേറെ ഷൂസ് പക്ഷെ ഷൂ വേണം. ഷൂ വേണം. ഓക്കെ. ഉണ്ണിയങ്ങളുടെ അടുത്ത് സ്പെഷ്യൽ വിശേഷങ്ങൾ ചോദിക്കാനുണ്ടോ? കുറച്ച് ദിവസമായില്ലേ? ഹായ് സർ. ഓ താങ്ക് യു സർ. ഉണ്ണിച്ചേട്ടാ, ഇതിനിടയിൽ ഒത്തിരി അമേസിംഗ് ആയിട്ടുള്ള പെർഫോമൻസസ് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും അതിഗംഭീരമായിട്ട് പാടി. ദിയക്കുട്ടി വരുമ്പോ തന്നെ എക്സ്പെക്ടേഷൻ ഇങ്ങനെ മേലെ നിൽക്കും. അതെ, കുട്ടച്ചൻ പകുതി വരെ ഇങ്ങനെ കയറി നിൽക്കും ദിയക്കുട്ടി പാടാൻ വരുമ്പോഴത്തേക്ക്. എപ്പോഴാ മുട്ടായി മഴ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇന്നും തകർക്കട്ടെ. ഇന്ന് ഏത് പാട്ടാ ദിയക്കുട്ടാ തകർക്കാൻ പോന്നെ? സ്വർഗം തേടി വന്നവരെ, ദയാന്ന് പറഞ്ഞ ഫാമിലി ഉണ്ടല്ലേ? ഉണ്ടല്ലേ? ഉണ്ട്. എല്ലാരും ഉണ്ടോ? എത്ര പേരുണ്ട്? ഒരു 5 പേര്. ആരൊക്കെ ഉണ്ട്? എന്റെ അമ്മ, അച്ഛൻ, പിന്നെ അമ്മമ്മ, പിന്നെ 2 ചേട്ടന്മാര്, പിന്നെ വേറൊരു ചേട്ടൻ. 3 ചേട്ടന്മാര്. അപ്പൊ 6 പേര്. എന്താ ചെയ്യാൻ പോണേ? അത് കണ്ടിട്ടറിയാം. പാട്ടിന്റെ ബാക്കി വിശേഷം. ഇയർ 1998. മ്യൂസിക് വിശാൽ ഭരദ്വാജ് സർ, ലിറിസിസ്റ്റ് ONV സർ, പാടിയത് സുജാത മോഹൻ. ഓക്കെ, അപ്പൊ പഠിക്കാം. സ്വർഗം തേടി വന്നോരേ, നിൽക്കൂ മാളൂരേ. ഹേ സ്വർഗം തേടി വന്നോരേ, മോഹിച്ചലയുകയോ. നിൽക്കൂ മാളൂരേ, ഓടിത്തളരുകയോ. കാൽച്ചിലമ്പ് ചാർത്തും കാമദൂതി ഞാൻ. കാൽച്ചിലമ്പ് ചാർത്തും കാമദൂതി ഞാൻ. 14 രാവിന്റെ കുളിർ തിങ്കൾ ഞാൻ. കാൽച്ചിലമ്പ് ചാർത്തും കാമദൂതി ഞാൻ. 14 രാവിന്റെ കുളിർ തിങ്കൾ ഞാൻ. കയ്യെത്താത്ത മാനത്തിൻ കൊമ്പത്തെ പൊൻപൂ, കയ്യെത്താത്ത മാനത്തിൻ കൊമ്പത്തെ പൊൻപൂ. കണ്ണഞ്ചുന്ന പൊന്നുണ്ടോ കാൽക്കലിത്തെ പോ. കാൽച്ചിലമ്പ് ചാർത്തും കാമദൂതി ഞാൻ. 14 രാവിന്റെ കുളിർ തിങ്കൾ ഞാൻ. സ്വർഗം തേടി വന്നോരേ, നിൽക്കൂ മാളൂരേ. സ്വർഗം തേടി വന്നോരേ, ദാഹിച്ചുണരുകയോ. നിൽക്കൂ മാളൂരേ, കാതോർത്തൊരു നിമിഷം. നൂപുരങ്ങൾ ചാർത്തും ഹൂരയാണ് ഞാൻ. നൂപുരങ്ങൾ ചാർത്തും ഹൂരയാണ് ഞാൻ. ഒരു പൊന്മയിലിന്റെ മദക്കിളി ഞാൻ. നൂപുരങ്ങൾ ചാർത്തും ഹൂരയാണ് ഞാൻ. ഒരു പൊന്മയിലിന്റെ മദക്കിളി ഞാൻ. ഒട്ടകങ്ങളെത്തിപ്പും പൊന്നിൻ ഭാണ്ഡങ്ങൾ
വെച്ചേ പോ. സ്വർഗം തേടി വന്നോരേ, നിൽക്കൂ നിൽക്കൂ മാളോരേ. സ്വർഗം തേടി വന്നോരേ, തേടും കനിയകല്ലേ. നിൽക്കൂ നിൽക്കൂ മാളോരേ, തിങ്കൾ പിറയകല്ലേ. കണ്ണു നട്ടു നിൽപ്പൂ കാമമോഹിത. കണ്ണു നട്ടു നിൽപ്പൂ കാമമോഹിതർ. മധുപാത്രം കാൺകേ കൊതിയൂറുന്നു. കണ്ണു നട്ടു നിൽപ്പൂ കാമമോഹിതർ. മധുപാത്രം കാൺകേ കൊതിയൂറുന്നു. കണ്ണിൽ നീല മത്സ്യങ്ങൾ കാണാൻ ചേലല്ലേ. കണ്ണിറുഞ്ഞു കൊള്ളാതെ കാഴ്ച കണ്ടേ പോ. This is Dia Magic. Thank you, sir. Zero noise. Full music. പിന്നെ pitch locked. Feelings unlocked. ഷോ എനിക്ക് വയ്യ, ഇങ്ങനെയൊക്കെ എങ്ങനെ പാടാൻ പറ്റുന്നു എന്റെ ദിയകുട്ടി. കുട്ടച്ചൻ പാതി കയറി ഇരിക്കുകയായിരുന്നു. ഇപ്പൊ മേളിലോട്ട് വോട്ടല്ലേ, പറയണോ? പോണം പറയണോ? ഉറപ്പായിട്ടും പോകാൻ പറയണോ? പോവാൻ പറയാം വേണമെങ്കിൽ നമുക്ക്. മതിയെന്നാണോ അത് പറയണമെന്നാണോ? വേണമെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ. ആർക്ക് വേണം? തെറ്റുണ്ടെന്ന് തോന്നുന്നുണ്ടോ അതേ കുട്ടിക്ക്? ഞാൻ ശ്രദ്ധിച്ചില്ല. അച്ചോ ശ്രദ്ധയൊക്കെ പാട്ടിലായിരുന്നു. ദാറ്റ് ഇസ് വണ്ടർഫുൾ. യെസ്. അത് Thank you, ദിയക്കുട്ടിക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ദിയയുടെ ഫാൻസ് ആവുന്നത്. ഇവിടെ ദിയ മാജിക് മുന്നേ നടക്കുമ്പോൾ അച്ഛനും അമ്മയും കള്ളനും പോലീസും കളിക്കാം. പുള്ളിക്കാരൻ ആരെ മർഡർ ചെയ്തിട്ട് ഗൾഫിൽ പോവാണ്. ഒരാളെ കൊന്നു ആദ്യം കണ്ട. കൊന്നിട്ട് ഗൾഫിൽ പോകുന്നു. അപ്പൊ അമ്മ ഇവിടെ പോലീസുകാരിയാണ്. അവര് ദുബായിലാണ്. അതെ. നാട്ടില് പോലീസുകാരാണ്, പക്ഷെ ദുബായിൽ പോയിട്ട് കള്ളനെ പിടിക്കാൻ വേണ്ടി ദുബായ് പോയതാ. ഡാൻസറായിട്ട് പോകണം. അതാണ് വേഷം മാറി പ്രത്യേകം. വേഷം മാറി പോകുന്നു. പെട്ടെന്ന് അമ്മ വേഷം മാറി പിന്നെയും പോലീസുകാരിയായിട്ട് വന്ന് അവസാനം അച്ഛനെ പിടിക്കുന്നു. കള്ളനെ പിടിക്കുന്ന പോലീസ്. അങ്ങനെ പോകുന്നു കഥ. അത് രസമുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ദിയക്കുട്ടി കണ്ടതെന്ന് വെച്ചാൽ അവരെന്തോ ചേട്ടെ ഞാൻ പാടും. അങ്ങനെയാണ്. അത് ഗംഭീരായിരുന്നു. എനിക്ക് Thank you, ഇഷ്ടപ്പെട്ടു. sir. Thank you. യു ആർ അറ്റാച്ച്ഡ് ആൻഡ് ഡിറ്റാച്ച്ഡ് ടു ദ സറൗണ്ടിങ്സ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു പെർഫോമറിന്. മ്യൂസിക്കിൽ നിൽക്കുകയും മറ്റേത് ഉണ്ട്, അതിൽ ഡിറ്റാച്ച്ഡ് ആണ്, പക്ഷെ എന്നാലും നമുക്ക് തോന്നും അറ്റാച്ച്ഡ് ആണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഭാഗങ്ങൾ പാടാൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗങ്ങൾ വളരെ എഫർട്ട്ലെസ് ആയിട്ട് പാടിയിട്ടുണ്ട്. അവസാനത്തെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ഒരു പൊസിഷൻ, അതൊന്ന് പാടിക്കാമോ? കണ്ണു നട്ടു നിൽപ്പൂ കാമമോഹിത. മധുപാത്രം കാൺകേ കൊതിയൂറുന്നു. അത് അവിടെ കൊണ്ടുവരാനായിട്ട് ഈസി അല്ല, പെട്ടെന്നൊരു ചേഞ്ച് അല്ലേ. അത് ഈ ഫ്ലോയിൽ പോകുമ്പോഴത്തേക്ക് ആ നോട്ട് ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ മകൾക്ക് തെറ്റിയില്ല. അച്ഛനും അമ്മയുടെ അടുത്തും പറയാനുള്ളത്, നിങ്ങൾ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരും മാത്രമല്ല, നാളെ കേരളം കേൾക്കേണ്ട, കേരളം ഏറ്റെടുക്കേണ്ട ഒരു വോയിസിനെ വളർത്തിക്കൊണ്ടു. അത് തീർച്ചയായിട്ടും ദിയക്കുട്ടി വീണ്ടും 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 ഇവിടെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എഫർട്ട്ലെസ് ആയിട്ട് പ്രൂവ് ചെയ്യുന്നു. ഏത് ജനുസിലുള്ള പാട്ടാണെങ്കിലും ആ കയ്യൊതുക്കത്തോടെ, അതാണ് പറയേണ്ടത്, ആ കയ്യൊതുക്കത്തോടെ ദിയക്കുട്ടിക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ അത്ഭുതകരമായിട്ട് ഇവിടെ ഇരിക്കാൻ, ഇവിടെ ഒന്നും എഴുതാനില്ല. ഇപ്പോ ഓട്ടോ ട്യൂൺ, നമ്മൾ ഇപ്പൊ റെക്കോർഡിങ്ങിനെല്ലാം എല്ലാ പാട്ടുകാരുടെയും നമ്മൾ ആരുടെയൊക്കെ പേര് പറയുന്നുണ്ട്, അവരൊക്കെ എന്റെ പാട്ട് പാടിയിട്ടുള്ളത് അതെല്ലാം ഓട്ടോ ട്യൂൺ ഇട്ടാണ് അവസാനം ഫിക്സ് ചെയ്തിട്ടുള്ളത് പലതും. പക്ഷെ ഓട്ടോ ട്യൂണിന് പിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും, ഫീലിങ്സിനെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഓട്ടോ ട്യൂണിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പാട്ടുകാരിയെ നമുക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ദിയക്കുട്ടിയുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ ദിയക്കുട്ടിയുടെ ഫാലിമി ഒന്ന് പരിചയപ്പെടുത്തൂ.
എൻ്റെ പേര് ഉമാശങ്കർ ആദിത്യ. ആ. ഞാൻ ദിയയുടെ അച്ഛൻ്റെ ഫ്രണ്ടിന്റെ മോനാണ്. ആ പേര് നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. അച്ഛനും അമ്മയും നമുക്കറിയാം. എന്റെ പേര് ശശികല. ഉം. ദിയക്കുട്ടീന്റെ കുട്ടിന്റെ അമ്മമ്മ. ആ അമ്മമ്മയുടെ അമ്മമ്മ നന്നായി dance ചെയ്തല്ലോ. മമ്മിയല്ലേ? ഡാൻസ് ആയിരുന്നു, കിഡിലൻ ഡാൻസ് ആയിരുന്നു അവിടെ നിന്ന് കേട്ടോ. 14 രാവിന്റെ കുളിർത്തിങ്കൾ ഞാൻ ഏകാചലമ്പ് ചാർത്തും കാമദൂതി ഞാൻ 14 രാവിന്റെ കുളിർത്തിങ്കൾ ഞാൻ കയ്യത്താത്ത മാനത്തിൻ കൊമ്പത്തെ പൊൻപൂ കയ്യത്താത്ത മാനത്തിൻ കൊമ്പത്തെ പൊൻപൂ കണ്ണഞ്ചുന്ന പൊന്നുണ്ടോ. നീരജ്. എന്റെ അമ്മമ്മന്റെ അനിയത്തിന്റെ മോൻ. മോൻ. ആ എന്റെ പേര് നിവേദ്, ഏട്ടനാണ്. ദിയയുടെ ഏട്ടൻ. ഓക്കെ, നിങ്ങളും അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ രണ്ടുപേരും. ദിയയുടെ ഏട്ടനും പാട്ടുകാരനാണോ? ഇയാള് പാടും. ഇയാളെ പാട്ടുകാരനാണ് അല്ലേ? അവള് ഡാൻസും അടിപൊളിയായിരുന്നു കേട്ടോ. അതെ കേട്ടോ. ഡാൻസ് കിഡിലായിരുന്നു, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, നത്തിങ് ഷോർട്ട് ഓഫ് മാജിക്. അതാണ് ഇന്ന് സംഭവിച്ചത്. നേരത്തെ പല പെർഫോമൻസസിനും അത് സംഭവിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ദിയക്കുട്ടി. ഇന്ന് അത് തുടരുന്നു, അത് തുടർന്നുകൊണ്ടിരിക്കട്ടെ. ടോപ്പ് സിംഗറിൽ ദിയക്കുട്ടി ഉള്ളത് നമ്മുടെ അഭിമാനമാണ് തീർച്ചയായും. ശരിക്കും താങ്ക് യു സർ. ദിയക്കുട്ടിയുടെ ഒരു ഡിഫറെന്റ് ഡയമെൻഷനാണ് ഇന്ന് കണ്ടത്. ദിയക്കുട്ടി വരുമ്പോൾ എപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എന്തൊക്കെയോ നമ്മൾ എക്സ്പെക്ട് ചെയ്യും, ഇന്ന് എന്തൊക്കെയൊക്കെ സംഭവിക്കുന്നു. ഇന്ന് സംഭവം ഭയങ്കര സംഭവ ബഹുലമായി. ദിയക്കുട്ടി മാത്രമല്ല, ഹോൾ ഫാമിലി ഇവിടെ ഒരു സ്പെക്ടാക്കുലർ പെർഫോമൻസ് ആണ്, സ്റ്റേർലിംഗ് പെർഫോമൻസ്. അപ്പൊ ഇതിന്റെ ഇടയിൽ നിന്നിട്ട് ഇത്രയും ഒരു പെർഫെക്ഷനോട് കൂടിയിട്ട് എങ്ങനെ പാടുന്നു? എന്താണ് ഇതിന്റെ മാജിക്? നമുക്ക് പഠിപ്പിച്ചു തരൂ. ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടേ ഇല്ല. ഫുൾ Okay, ശ്രദ്ധ എനിക്ക് ഇടയില് full അങ്ങോട്ടൊക്കെ ശ്രദ്ധ പോയിരുന്നല്ലോ. പാട്ടിലാണ്. അത് ലാസ്റ്റ് പോയി. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് നോക്കിയാ വേണ്ട. ആ. ഈ കള്ളൻ പോലീസിനെ പിടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പോലീസ് കള്ളനെ പിടിക്കുന്ന സമയത്ത് ദിയക്കുട്ടി എന്താ ചെയ്തിരുന്നു? അത് ഞാൻ അമ്മേനോട് പറയാൻ പോവായിരുന്നു, ഇതാണ് കള്ളൻ. അത് ശരി. മനസ്സിലായി, അതാണ് കള്ളെന്ന്. പക്ഷെ ഇതൊരു ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, ഒരു അൺബിലീവബിൾ പെർഫോമൻസ്. Unbelievable. Yes. കാരണം ഇതൊരു സാധാരണ സോങ് അല്ല, ഒരു വെരി അൺയൂഷ്വൽ സോങ് വിച്ച് ഹാസ് ബി എക്സിക്യൂട്ടഡ് ഇൻ ദി ബെസ്റ്റ് വേ പോസിബിൾ. അത് അതിഗംഭീരമായിട്ട് ചെയ്തു തന്നെ പറയണം. എന്തൊരു പാട്ടാ പാടിയത്! ഒറിജിനലിനെക്കാട്ടിലും നന്നായോ എന്ന് സംശയം. അത്രയും അതിഗംഭീരം. സ്വർഗം തേടി വന്നോരേ മോഹിച്ചലയുകയോ നിൽക്കൂ നിൽക്കൂ മാളൂരേ ഓടിത്തളരുകയോ കാൽച്ചിലമ്പ് ചാർത്തും കാമദൂതി ഞാൻ. ദിയക്കുട്ടി, you are amazing. താങ്ക് യു സർ. Beautiful it was. താങ്ക് യു സർ. Fabulous. ദിയക്കുട്ടാ, എന്താ ചേച്ചി? ദിയക്കുട്ടന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അമ്മയാന്ന് തോന്നുന്നു അല്ലേ? ആണോ? ആണ്. അമ്മ പറയുന്നതാണോ കേൾക്കുന്നത്? അതെ, ചിലപ്പോ കേൾക്കില്ല. ചിലപ്പോ കേൾക്കില്ല. എന്തായാലും യു ഹാവ് എ ബ്ലസ്ഡ് ഫാമിലി കേട്ടോ. ഫാമിലിക്കും ഒരുപാട് ബ്ലെസ്സിങ്സ്. ദിയക്കുട്ടിയെ പോലത്തെ ഒരു കുട്ടി, ഇത്ര പെർഫെക്ഷനോട് കൂടെ പാട്ട് പാടുന്ന ഒരു കുട്ടി ഫാമിലിയിൽ ഉണ്ടായതിൽ യു ഹാവ് ടു താങ്ക് ദ ഓൾമൈറ്റി. യു ഹാവ് ടു താങ്ക്. പെർഫെക്ഷൻ്റെ അറ്റം കാണുകയാണ് അത്. എനിക്കെന്താ ഫീൽ ചെയ്തതെന്നറിയോ, ഇന്ന് ഇപ്പം ദിയ പാടാൻ വരുമ്പം ഐ ഹാവ് എ ഫീലിംഗ് ഇത് ഓൾറെഡി പെർഫെക്റ്റ് ആണ്. അപ്പൊ എനിക്കിപ്പോ കഥയൊക്കെ കണ്ട് എല്ലാം ആസ്വദിക്കാൻ പറ്റുക. എനിക്കിങ്ങനെ എല്ലാവരും അതുപോലെ കിഡിലൻ റോൾസ് ആയിരുന്നു കേട്ടോ. അറബി വേഷമായാലും അവിടെ ആ ഹുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഇരിക്കില്ലേ, അതൊക്കെ അതിനിടയ്ക്ക് ഹുക്കൊക്കെ വീണു. നൈസായിട്ട് ആരും അറിയാതെ എടുത്ത് തിരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പോലീസ് അടിച്ചിട്ട ആളെ ആരായിരുന്നു? അതെ, അത് ഇവിടുന്നുണ്ടായിരുന്നു. എവിടുന്നുള്ളതാ? അയ്യോ, അത് ശരിക്കും വീണു. അത് നല്ല സീനായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു രണ്ടുപേരും. ഗംഭീരായിരുന്നു അത്. യെസ്. പിന്നെ അമ്മമ്മയുടെ കോസ്റ്റ്യൂം, കിഡിലും കോസ്റ്റ്യൂം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ സ്റ്റെപ്പും. എനിക്ക് മൊത്തത്തില് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒത്തിരി എൻജോയ് ചെയ്തു. ഫാമിലി റൗണ്ട് നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. കിഡിലൻ. പിന്നെ അതുപോലെ വിസ്താരയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ആക്ച്വലി അതിന്റെ കംപ്ലീഷൻ കൊണ്ടുവന്നത് വിസ്താരയാണ്. ഇറ്റ് വാസ് ട്രൂലി ലുക്കിംഗ് അമേസിങ്. ഞങ്ങളൊക്കെ ദുബായിലായിരുന്നു. യെസ്, കുറച്ചു നേരം എല്ലാരും ദുബായിലെത്തി ഡയയുടെ കൂടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒന്നും പറയാനല്ലോ ദിയോ കൂട്ടാ, മിടുക്കി. താങ്ക് യു ചേച്ചി. എനിക്ക് ഒരിക്കൽ കൂടി ആ മാളൂരി ഒന്ന് കേൾക്കാൻ പറ്റുമോ? അല്ലേ ഹാരിയ? യെസ്. ഏത് മാളൂരി? അറബ് ഇത് ഭയങ്കര വന്നില്ലേ, രസമുണ്ടായിരുന്നത്. ഒരു അതെവിടെയായിരുന്നു പാടിയില്ലേ? ഒരു ടച്ചില് പാടിയത്? സ്വർഗം തേടി വന്നോരേ ദാഹിച്ചുണരുകയോ നിൽക്കൂ നിൽക്കൂ മാളൂരേ കാതോർത്തൊരു നിമിഷം. അയവാ, എന്റെ ഐസിങ് അമ്മോ. on the cake പോലെ ഉണ്ടല്ലോ ആ സമയത്ത്. ഇപ്പൊ ഏതോ ഒരു ഐസിങ് പിടിച്ച പോലെ ഉണ്ട്. സാരമില്ല, അതങ്ങനെയാണല്ലോ. എപ്പോഴും റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പ്രഷർ വിടും അല്ലേ? It was a എന്തൊരു great pleasure
listening to you. യെസ് വാട്ട് എ ടാലന്റ്. ഇതെല്ലാം എന്തല്ലേ ദിയക്ക് ദിയക്ക് ഇതൊക്കെ സിമ്പിൾ ആണ്, പുട്ട് പോലെ ചെയ്യണതാണ്. ദിയക്കുട്ടിയുടെ കൂടെ രണ്ടാൾക്കാരും കൂടെ വന്നിട്ടുണ്ട്. അമ്മ കൊറേ സമയം അവരെ പരിചയപ്പെടുത്താൻ പറയുന്നു. എന്റെ പേര് വിജിത. വിജിത. ദിയക്കുട്ടിയുടെ ദിയന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ വൈഫാണ്. ഓ ശരി ശരി. ആ അറബി ചേട്ടൻ. അറബി ചേട്ടൻ്റെ അമ്മ. Okay. ഇനി അവിടെ രണ്ടാളുടെ പേര് റയാൻ. റയാൻ. ഓക്കെ. അടുത്ത ആള് യാഷ്ലി. 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 ആ. ഓ റയാൻ ആൻഡ് യാഷ്ലി. എൻ്റെ പേര് അനിൽ. എൻ്റെ പെങ്ങളെ മോളാണ് ദിയക്കുട്ടി. ദിയക്കുട്ടി. ആഹാ. ഓക്കെ. എന്റെ പേര് സുമിത്ര. ദിയക്കുട്ടീന്റെ അമ്മന്റെ അമ്മമ്മ. ഓ അപ്പൊ 4 ജനറേഷൻ. മൈ ഗോഡ്, സംഗമം. ഓ മൈ. ദിയക്കുട്ടിക്ക് ഇന്ന് 950 താങ്ക് യു സർ. പ്ലസ് 1. 100-ൽ 100 പ്ലസ് 3 stars for ദിയക്കുട്ടി today. ഒരു